മിനിങ്ങളെ ഇനി പവിത്രമായ രാവിൽ നമ്മൾ ചൊല്ലാൻ പോകുന്നത് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലിയ ദിക്റാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്റാണ്. എല്ലാവരും ഏറ്റു ചൊല്ലണം കേട്ടോ. നമ്മുടെ വിഷമങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ, നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കിത്തരട്ടെ, നമ്മുടെ സങ്കടങ്ങൾ അല്ലാഹു നമുക്ക് സലാമത്താക്കി തരട്ടെ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. എത്രയോ പ്രിയപ്പെട്ടവരെ ജയിലിന്റെ അകത്ത് കഴിയുകയാണ്. അല്ലാഹ് നീ അവർക്ക് മോചനം നൽകണേ റഹ്മാനേ, നീ മോചനം നൽകണം അല്ലാഹ്, നീ മോചനം നൽകണം അല്ലാഹ്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ പരീക്ഷണം വന്നേ. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മത്സ്യം വന്ന് വിഴുങ്ങുകയാണ്. ആ മത്സ്യത്തിന്റെ വയറ്റിനകത്ത് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കഴിഞ്ഞുകൂടുമ്പോ യൂനുസ് നബി അല്ലാഹുവിനോട് ദിക്ർ ചൊല്ലിയില്ലേ, അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ആ ദിക്ർ അങ്ങനെ ചൊല്ലുകയാൻ. അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുമ്പോ ആ പരീക്ഷണം തന്ന റബ്ബിനെ കുറ്റപ്പെടുത്തുകയല്ല വിശ്വാസി ചെയ്യേണ്ടത്. ഒരു രോഗം വരുമ്പോ ആ രോഗത്തെ ചീത്ത പറയുകയല്ല വിശ്വാസി ചെയ്യേണ്ടത്. എനിക്കെന്തേ അല്ല ഇങ്ങനെ തന്നത്, ഞാൻ നല്ലവനല്ലയോ, ഞാൻ നിസ്കരിക്കുന്നവനാണ്, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനാണ്, എന്നിട്ട് പോലും എനിക്കെന്തേ ഇങ്ങനെയുള്ള രോഗങ്ങൾ വന്നതെന്ന് പറഞ്ഞ് വിഷമിക്കുകയല്ല. നേരെ മറിച്ചൊരു വിശ്വാസി ചെയ്യേണ്ടത് ഏത് സമയത്തും അല്ലാഹുവിനെ ദിക്ർ ചൊല്ലനാണ്. എന്നെ പടച്ച എന്റെ റബ്ബെന്നെ കുഴക്കൂല, എന്നെ പടച്ച എന്നെ പരിപാലിക്കുന്ന എന്റെ റബ്ബ് എന്നെ കുഴക്കൂല. അല്ലാഹ് ആ റബ്ബെന്നെ പരാജയപ്പെടുത്തൂല, ആ റബ്ബെന്നെ കാണാതിരിക്കൂല, ആ അല്ലാഹു എന്നെ കാണാതിരിക്കൂല. മരണം വരെ മരുന്ന് കുടിക്കണമെന്ന് ഡോക്ടർമാര് വിധി എഴുതിയിട്ടുണ്ട്. പക്ഷേ എന്റെ റബ്ബ് എനിക്ക് ശിഫ നൽകുന്നതാണ്. ആ മരുന്നിലൂടെ അല്ലാഹു എനിക്ക് ആരോഗ്യം തരുമല്ലോ. ദിക്ർ ചൊല്ലുമ്പോ മനസ്സിന് അല്ലാഹു നല്ല സമാധാനം തരുമല്ലോ. ഞാനൊരിക്കലും ഒറ്റപ്പെടൂല്ല, ഞാനൊരിക്കലും ഒറ്റപ്പെട്ടവനല്ല. ഉമ്മമാരെ വിഷമിക്കണ്ട, ഉപ്പമാരെ വിഷമിക്കണ്ട, സഹോദര സഹോദരിമാരെ സങ്കടങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി ഒന്നായി മല പോലെ വന്നാലും എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളോട് സ്നേഹത്തോടെ പറയുകയാണ്, എന്ത് സങ്കടം വന്നാലോ, എന്ത് വിഷമം വന്നാലും, എന്ത് പ്രയാസം വന്നാലും വിശ്വാസികൾ അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയിട്ട് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലിയ ദിക്റുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അത് വലിയ പവറുള്ള ദിക്റാണ്, വലിയ മഹത്വമേറിയ ദിക്റാണ്, വലിയ ഫളലേറിയ ദിക്റാണ്, വലിയ ശ്രേഷ്ഠതയേറിയ ദിക്റാണ്. ആ ദിക്റതാ നമ്മൾ ചൊല്ലാൻ പോവുകയാണ്. വെള്ളിയാഴ്ച രാവാണ്. മടവൂര് ശൈഖുനാന്റെ 5 ദിവസമായി ശൈഖുനാന്റെ തവസ്സുൽ ബൈത്ത് മൊറോസ് മുബാറക് നമ്മുടെ മജ്ലിസിൽ നടന്നുകൊണ്ടിരിക്കുകയാ. നാളെ ശൈഖുനാന്റെ ഉറൂസ് മുബാറക്കിന്റെ സമാപനമാണ്. നമ്മുടെ മഹത്തായ മജ്ലിസിൽ അറിവിന്നിലാമിന്റെ കുടുംബങ്ങളെ അൽഹംദുലില്ലാഹ് ഇന്നലെ 10,000 മുത്തുമുഅ്മിനീങ്ങളാണ് ഇന്നലെ മടവൂരിന്റെ മണ്ണിലേക്ക് ഒഴുകിയെത്തിയത്. ഇന്നലെ അറിവിന്നിലാമിന്റെ മജ്ലിസ് മടവൂരിൽ വെച്ച് നടന്നപ്പോ എത്രയോ ദിക്ക് ദൂരങ്ങളിൽ നിന്ന് താണ്ടി വന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, പ്രിയപ്പെട്ട ഉപ്പമാർ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ
അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. പാതിരാ സമയമായിട്ട് മൊഴിഞ്ഞു പോയിട്ടില്ല. എത്രയോ ദൂരങ്ങളിൽ നിന്ന് വാഹനം പിടിച്ച് വന്നവരുണ്ട്, ടാക്സി പിടിച്ച് വന്നവരുണ്ട്, ബസ്സുമാർഗം വന്നവരുണ്ട്, വാഹനത്തിൽ വന്നവരുണ്ട്, ട്രെയിൻ മാർഗം വന്നവരുണ്ട്. അറിവിന്ദിലാവിന്റെ മജ്‌ലിസിൽ ഇന്നലെ മടവൂര് ശൈഖുനാന്റെ ചാരത്ത് വെച്ച് ഞങ്ങൾ നടത്തിയപ്പോ ശൈഖുനാന്റെ മണ്ണിലേക്ക് അറിവിന്ദിലാവിന്റെ മജ്‌ലിസിലേക്ക് ഓടിയെത്തിയ 10,000-കണക്കിന് വിശ്വാസി ജനസാഗരങ്ങള്. അല്ലാ, നീ അവർക്കെല്ലാം ബറക്കത്ത് നൽകണം അല്ലാ, റഹ്മത്ത് നൽകണം അല്ലാ. അവരെ വരവിന്റെ മുറാദ് ഹാസിലാക്കണേ അല്ലാ. അവരെ വിഷമങ്ങളെല്ലാം മാറ്റിക്കൊടുക്കണം അല്ലാ. രോഗികളായ ആളുകൾ ആ കൂട്ടത്തിലുള്ള റബ്ബേ അല്ലാഹുവേ, നീ ശിഫ നൽകണേ റഹ്മാനേ, നീ ശിഫ നൽകണം അല്ലാ, നീ ശിഫ നൽകണം അല്ലാ, നീ ആഫിയത്ത് നൽകണം അല്ലാ, നീ റാഹത്ത് നൽകണം അല്ലാ. മുഅ്മിനീങ്ങളെ, ഇന്നലെ രാവിലെ മുതൽ മടവൂർ ശൈഖുനാന്റെ ഹദറത്തിലേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അറിവിന്ദിലാവിന്റെ മഹത്തായ മജ്‌ലിസിൽ പങ്കെടുക്കാൻ ആ വിശാലമായ ഒഴിഞ്ഞു കിടക്കുന്ന പാടത്ത് വിശാലമായ നഗരി മുഴുവനും നിറഞ്ഞു കവിഞ്ഞ് റോഡുകളിലും സ്കൂളിന്റെ തിരുമുറ്റത്തും ബിൽഡിങ്ങിന്റെ മുകളിലുമായി എത്രയെത്ര 10,000-കണക്കിന് മുത്തുമുഅ്മിനീങ്ങളാണ് ശൈഖുനാന്റെ മണ്ണില് ഇന്നലെ ആ മജ്‌ലിസിൽ ഓടിയെത്തിയത്. അല്ലാഹ്, നീ അവരെ കൈവിടല്ലേ റഹ്മാനേ, നീ അവരുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കുക അല്ലാഹ്. എല്ലാവരുടെ എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുക്കുക അല്ലാഹ്. ഇന്നലെ ശൈഖുന കിടന്നിറങ്ങുന്ന മടവൂരിന്റെ മണ്ണില് അറിവിന്ദിലാവിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കാൻ അവരെ വീട്ടിൽ നിന്നവരെ പുറത്തിറങ്ങുമ്പോ ശക്തമായ മഴയായിരുന്നു. ആ മഴ പോലെ വകവെക്കാതെ ഇന്ന് അറിവിന്ദിലാവിന്റെ മജ്‌ലിസ് ഉണ്ടല്ലോ എന്നറിഞ്ഞ് കേട്ടറിഞ്ഞ് ഓടിയെത്തിയ ഞങ്ങളെ ഉമ്മമാര് പാവങ്ങളാണ്. പ്രായം അവരെ വകവെച്ചിട്ടില്ല. ഞങ്ങളെ പാപ്പമാര് പ്രായം അവരെ വകവെച്ചിട്ടില്ല. ഞങ്ങളെ സഹോദരങ്ങളെ സഹോദരിമാർ ചെറുപ്പക്കാരുകൾ കുഞ്ഞു പൂമ്പാറ്റ മക്കളടക്കം എത്രയെത്ര മുത്തുമുഅ്മിനീങ്ങളാണ് റബ്ബേ. പലർക്കും ഇരിക്കാൻ സീറ്റ് പോലും കിട്ടിയിട്ടില്ല അല്ലാഹ്. എന്നാലും അൽഹംദുലില്ലാഹ് മണിക്കൂറുകളോളം ആ മജ്‌ലിസ് കഴിയുന്നത് വരെ അവരവിടെ കാത്തിരുന്നത് ശൈഖുനാനെ പൊരുത്തം ആഗ്രഹിച്ചിട്ടാണ് അല്ലാഹ്. അവരെ മനസ്സിൽ ഒരുപാട് കൊതിയുള്ളത് കൊണ്ടാണ് റബ്ബേ. എല്ലാം നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനേ. യതീമായ കുഞ്ഞുമക്കൾക്ക് വീടൊരുക്കാൻ എത്ര ആളുകളാണ് ഇന്നലത്തെ മജ്‌ലിസിൽ വെച്ച് സ്വർണങ്ങൾ തന്നത്, സംഭാവനകൾ ഏൽപ്പിച്ചത്. മടവൂർ CM സെന്ററിൽ പോയി യതീമക്കൾക്കുള്ള സംഭാവനകൾ എത്രയെത്ര മുത്തുമുഅ്മിനീങ്ങളാണ് നൽകിയിട്ടുള്ളത്. അവർക്കെല്ലാം അവരുടെ മുറാദ് ഹാസിലാക്കുക അല്ലാഹ്. അവരുടെ വിഷമങ്ങളെ മാറ്റുക അല്ലാഹ്. നീ അവർക്ക് റാഹത്ത് നൽകണം അല്ലാഹ്. നീ അവരെ കുടുംബത്തിൽ സമാധാനം കൊടുക്കണം അല്ലാഹ്. നീ അവരുടെ മുറാദുകളെല്ലാം ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് സാധിപ്പിച്ചു കൊടുക്കണം അല്ലാഹ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. ഇന്നലെ എത്ര മുഅ്മിനീങ്ങളാണ്, പ്രായം കുറേയുള്ള ഉമ്മമാര് വടിയും കുത്തിപ്പിടിച്ച് വീൽ ചെയറുകളിലും മറ്റുമായി ഇന്നലെ അറിവിനിലാവിന്റെ മജ്‌ലിസിൽ ഒഴുകിയെത്തിയ പ്രിയപ്പെട്ട ഉമ്മമാർ.
പലർക്കും സീറ്റ് കിട്ടിയിട്ടില്ല. പലരും സീറ്റ് കിട്ടാതെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വല്ലാത്ത വിഷമത്തിലൊക്കെ ഇരുന്ന് അൽഹംദുലില്ലാ മഴ പെയ്തെങ്കിലും പ്രോഗ്രാം കഴിയുന്നത് വരെ മഴയില്ലാതെ നല്ല റാഹത്തിൽ സമാപിച്ചു. അൽഹംദുലില്ലാ എത്ര മുത്തുമോമിനിങ്ങൾ റോഡ് സൈഡുകളിൽ മറ്റൊക്കെ ഇരുന്ന പ്രോഗ്രാം കേട്ട് കുറേ ദൂരങ്ങളിൽ നിന്ന് വന്ന് സദസ്സിലേക്ക് എത്താൻ കഴിയാതെ വിഷമിച്ച സഹോദര സഹോദരിമാരുണ്ട്. അൽഹംദുലില്ലാ അവർക്കൊക്കെ ദുആയിരിക്കും. അല്ലാഹു നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിയപ്പോൾ നിങ്ങളെ മനസ്സിൽ എന്താണോ നിങ്ങൾ കൊതിച്ചത് അല്ലാഹു അത് സാധിപ്പിച്ചു തരട്ടെ. എപ്പോഴും ദുആ ചെയ്യും, എപ്പോഴും ദുആയിരിക്കും. ഇൻഷാ അല്ലാഹ് സദസ്സിലേക്കൊന്നും എത്താൻ പറ്റാതെ വഴിയരിയിലൊക്കെ തങ്ങി വഴിയരിയൊക്കെ ബ്ലോക്ക് കാരണം വിഷമിച്ച ആളുകളുണ്ടെങ്കിൽ അവരോടൊക്കെ ക്ഷമ ചോദിക്കാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ മജ്ലിസ് അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു നമുക്കും നിങ്ങൾക്കൊക്കെ ശൈഖുനാന്റെ പൊരുത്തം അല്ലാഹു നൽകട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങൾ അല്ലാഹു മാറ്റി തരട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇന്നലെ ആ പ്രോഗ്രാമിന് വന്നവർക്കും ലൈവായി കേട്ടവർക്കും ലൈവ് കഴിഞ്ഞിട്ട് കേട്ടവർക്കും അല്ലാഹുവേ നീ അർഹമായ പ്രതിഫലം നൽകണം അല്ലാ. ഞങ്ങൾ അറിവിന്നിലാവിന്റെ മജ്ലിസ് എവിടെ ഉണ്ടെന്ന് ാലും ഓടി വരുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങളാണ് ഇവർ. അവരുടെ കുടുംബങ്ങളുമായി ഭാര്യയുമായി ഭർത്താവുമായി മക്കളും മരുമക്കളും അയൽവാസികളും കൂട്ടുകുടുംബങ്ങളും ഒരുമിച്ച് ഞങ്ങളെ മജ്ലിസിലേക്ക് അവരെ ഓടിയെത്തും അല്ലാഹ്. അവരുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. 100 കൂട്ടം സങ്കടങ്ങൾ ഉള്ളവരാണ്, എല്ലാത്തിനും നീ പരിഹാരം നൽകണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. അപ്പോൾ ഇന്നലെ മജ്ലിസിൽ വന്നവർക്ക് പ്രത്യേകം ഇൻഷാ അല്ലാഹ് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് മോമിനീങ്ങളെ നമ്മളെ മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലിയ ദിക്ർ വെള്ളിയാഴ്ച രാവാൻ എല്ലാവരും ചൊല്ലിക്കൊള്ളി. ബിസ്മില്ലാ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. അല്ലാഹുവേ ഈ ദിക്റിനെ കബൂലാക്കുക അല്ലാഹ്, സ്വീകരിക്കണം അല്ലാഹ്. ജയിലിൽ കഴിയുന്ന പാവപ്പെട്ട സഹോദരങ്ങളുണ്ട്, ഈ ദിക്റിലൂടെ നീ അവർക്ക് ജാമ്യം നൽകണം അല്ലാഹ്, നീ മോചനം നൽകണം അല്ലാഹ്. എല്ലാം നീ റാഹത്തിലാക്കണം അല്ലാഹ്. എല്ലാ
വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖഭാരങ്ങളെല്ലാം റബ്ബേ ഈ ദിക്റിലൂടെ നീ ഞങ്ങൾക്ക് സലാമത്താക്കി തരണം അല്ലാഹ്. മനസ്സിനെന്തെല്ലാം വിഷമങ്ങളുണ്ടോ, മനസ്സിനെന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, മനസ്സിന്റെ അകത്ത് എന്തെല്ലാം സങ്കടഭാരങ്ങളുണ്ടോ, എല്ലാം നീ സലാമത്തിലാക്കി തരണേ അല്ലാഹ്. آمين برحمتك يا أرحم الراحمين. إن شاء الله صلاة ചൊല്ലുകയാൻ എല്ലാവരും ചൊല്ലുക. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അൽഹംദുലില്ലാഹ് പവിത്രമായ ഈ മജ്ലിസിൽ വെച്ച് നമ്മൾ സ്വലാത്ത് ചൊല്ലുകയാണ്. എല്ലാവരും ഏറ്റു ചൊല്ലണം കേട്ടോ. അല്ലാഹ് തങ്ങളെ കാണാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണമല്ലാഹ്. തങ്ങളെ കിടന്നിറങ്ങുന്ന പരിശുദ്ധമായ മക്ക കാണാൻ, മദീന കാണാൻ ഭാഗ്യം തരണേ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ വെള്ളിയാഴ്ച രാമാൻ എല്ലാവരും മുത്ത് തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. ഓരോരുത്തരും സ്വലാത്ത് ചൊല്ലുമ്പോ അവരുടെ മനസ്സിലുള്ള മുറാദുകൾ കരുതിയിട്ട് ചൊല്ലുക. നമ്മുടെ മനസ്സിൽ എന്താണോ നിയ്യത്തുള്ളത് ആ നിയ്യത്ത് മനസ്സിന്റെ അകത്ത് കരുതിയിട്ട് എല്ലാവരും ചൊല്ലിക്കോളി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 അല്ലാഹ് ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകളെല്ലാം ഹബീബായ തങ്ങളെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണമല്ലാഹ്. മുഅ്മിനീങ്ങളെ ഓരോരുത്തരെ സ്വലാത്ത് ചൊല്ലിയ കണക്കുകൾ നിങ്ങളെല്ലാവരും എഴുതി അറിയിക്കുക. എല്ലാവരും എഴുതി അറിയിക്കുക. എത്രയാണ് സ്വലാത്ത് ചൊല്ലിയത്, എത്രയാണ് സ്വലാത്ത് ചൊല്ലിയത്. റബ്ബേ ഞാൻ കബൂലാക്കണേ റഹ്മാനേ, നീ കബൂലാക്കണേ റഹ്മാനേ, നീ കബൂലാക്കണേ റഹ്മാനേ, നീ കബൂലാക്കണേ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്
محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم الله ഈ മുത്ത് മുഅ്മിനീങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ഗണ്ണമാണ് ഈ കമന്റുകളിലൂടെ അവർ രേഖപ്പെടുത്തുന്നത്. ഈ മുത്ത് മുഅ്മിനീങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ഗണ്ണമാണ് കമന്റുകളിലൂടെ രേഖപ്പെടുത്തുന്നത്. അല്ലാഹ് 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 ഖബൂൽ ചെയ്യണേ റഹ്മാനേ, സ്വീകരിക്കണേ റഹ്മാനേ. ഹബീബായ തങ്ങളെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകുക അല്ലാഹ്. തങ്ങളെ കാണാൻ ഭാഗ്യം നൽകണേ. തങ്ങളിറങ്ങുന്ന മദീനയൊന്ന് കാണാൻ ഭാഗ്യം നൽകണേ. വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ ചോദിക്കുകയാണ്, വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ ചോദിക്കുകയാണ്, അല്ലാ നീ സ്വീകരിക്കുക അല്ലാഹ്. മുഅ്മിനീങ്ങളെ മുഅ്മിനീങ്ങളെ എല്ലാവരും എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലണം കേട്ടോ. നമ്മൾ ചൊല്ലുന്ന സ്വലാത്തില്ലേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അല്ലാഹ് അല്ലാഹ് നീ എത്തിക്കണേ റഹ്മാനേ, നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാഹ് എല്ലാവരും ചൊല്ലിയ കുറച്ചുകൂടി സ്വലാത്ത് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം അല്ലാഹ് സാധിപ്പിച്ചു തരട്ടെ. നമ്മുടെ മുറാദെല്ലാം അല്ലാഹ് സാധിപ്പിച്ചു തരട്ടെ. നമ്മുടെ മുറാദെല്ലാം അല്ലാഹു സാധിപ്പിച്ചു തരട്ടെ. നമ്മുടെ മുറാദെല്ലാം അല്ലാഹു സാധിപ്പിച്ചു തരട്ടെ. നമ്മുടെ മുറാദെല്ലാം അല്ലാഹു സാധിപ്പിച്ചു തരട്ടെ. എല്ലാവരും ചൊല്ലിക്കോളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുതങ്ങളെ കാണാൻ ഈ സ്വലാത്തിനെ കാരണമാക്കുക അല്ലാഹ്. സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കൂട്ടത്തിലെ ക്യാൻസർ രോഗികളുണ്ടെങ്കിലും ശിഫ കൊടുക്കുക അല്ലാഹ്. സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കൂട്ടത്തിലെ എന്തെല്ലാം വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ടോ എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ റഹ്മാനേ, നീ സലാമത്ത് നൽകണേ റഹ്മാനേ, നീ സലാമത്ത് നൽകണേ റഹ്മാനേ, നീ സലാമത്ത് നൽകണേ റഹ്മാനേ. എല്ലാവരും മുഅ്മിനീങ്ങളെ കുറച്ചുകൂടി സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി ഈ വെള്ളിയാഴ്ച രാവ് നമ്മുടെ വീട് പ്രകാശിക്കുന്നൊരു വീടായി മാറട്ടെ. ഈ വെള്ളിയാഴ്ച രാവ് നമ്മുടെ വീടുകൾ പ്രഭയുള്ള വീടായി മാറട്ടെ. എല്ലാവരും നല്ല നിയത്ത് വെച്ച് ചൊല്ലുക സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു
عليه وسلم صلى الله على محمد صلى الله عليه وسلم الله صلى الله على محمد صلى الله عليه وسلم 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 മുഅ്മിനീങ്ങളെല്ലാവരും കയ്യിലൂതി മുഖം തടവിയേ അല്ലാഹു നമുക്ക് കണ്ണുകൊണ്ട് മുത്തുതങ്ങളെ കാണാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. എല്ലാവരും ആമീൻ പറഞ്ഞോളെ. ഈ കണ്ണിലൂടെ മുത്തുനബിയെ കാണാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഹബീബായ തങ്ങളെ അവിടത്തെ മക്കത്ത് മദീനത്ത് വരാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമല്ലോ. അറിവിന്നിലാവ കുടുംബങ്ങളുടെ സർവ സങ്കടങ്ങളോ സർവ പ്രയാസങ്ങളോ സർവ വിഷമങ്ങളോ സർവ ബുദ്ധിമുട്ടുകളോ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് സലാമത്താക്കി തരണേ അല്ലാഹ്. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് മടവൂർ ശൈഖുനാന തവസ്സുൽ ബൈത്ത് ചൊല്ലുകയാണ്. വലിയ ഹിജാബത്തുള്ള ബൈത്തല്ലേ, വലിയ ഫലം ലഭിക്കുന്ന ബൈത്തല്ലേ. ഇന്നലെ ശൈഖുനാന തവസ്സുൽ ബൈത്ത് ചൊല്ലാൽ 10,000 മുത്തുമുഅ്മിനീങ്ങളാണ്. 10,000 മുത്തുമുഅ്മിനീങ്ങളാണ്. അൽഹംദുലില്ലാഹ്. ഇന്നലെ മടവൂർ ശൈഖുനാന മണ്ണിലെത്തിയത് ആ ശൈഖുന കിടന്നിറങ്ങുന്ന മണ്ണിലിരുന്നിട്ട് അല്ലാഹ് എത്ര മുത്തുമുഅ്മിനീങ്ങളാണ് ആ മണ്ണിൽ വന്നുകൊണ്ട് അവിടത്തെ തവസ്സുൽ ബൈത്ത് ചൊല്ലിയത്. നമ്മൾ ചൊല്ലാൻ പോവുകയാണ്. നമ്മുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹുവിനോട് നമ്മൾ പറയുക, മഹാന്മാരെ മുൻനിർത്തിക്കൊണ്ട് പറയുക. ഇൻഷാ അല്ലാഹ് ശൈഖുനാന്റെ പേരിൽ ഓരോ കുടുംബങ്ങളോടും ഖത്മ ഓതാൻ പറഞ്ഞിരുന്നവല്ലോ. നാളെ രാത്രി ഇൻഷാ അല്ലാഹ് ഉറൂസ് മുബാറക്കിന്റെ സമാപനമാണ്. ഖത്മുൽ ഖുർആൻ പ്രാർത്ഥനയാണ്. മുത്തുമുഅ്മിനീങ്ങളെ നാളത്തെ മജ്ലിസ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എത്രയെല്ലാം ഖത്മ ഓതിയിട്ടുണ്ടോ, നിങ്ങൾ എത്ര ജുസ് ഓതിയിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ അറിയിക്കണം. 700-ലേറെ ഖത്മുകൾ അറിവിന്നിലാവിന്റെ കുടുംബങ്ങൾ ഓതി വെച്ചത് അൽഹംദുലില്ലാഹ് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ആ പ്രിയപ്പെട്ട സഹോദരിമാർ അറിയിച്ചിട്ടുണ്ട്. നീ അവർക്ക് ബറക്കത്ത് നൽക അല്ലാഹ്. ആ ഖത്മുകളെല്ലാം നാളെ നമ്മൾ
നമ്മൾ ഹദിയ ചെയ്യുകയാണ്. ആയിരക്കണക്കിന് ഖുർആൻ ഖത്മുകൾ, ആയിരക്കണക്കിന് ഖുർആൻ ഖത്മുകൾ നാളെ ശൈഖുനാന്റെ ഹദ്റത്തിലേക്ക് നമ്മൾ സമർപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളത്തെ മജ്ലിസിൽ വെച്ച് നമ്മൾ ദുആ ചെയ്യുകയാണ്. നാളത്തെ മജ്ലിസിൽ വെച്ച് നമ്മൾ ദുആ ചെയ്യുകയാണ്. നാളത്തെ മജ്ലിസിൽ വെച്ച് നമ്മൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് നഗമദുല്ലാഹൽ മുജീബ കുല്ല ദഅവാതിൽ ലനാ ലാ ലനാ റബ്ബുൽ സിവാഹു ഇന്നഹുൽ ബർറു അലി റബ്ബുനാ സല്ല വസല്ലമ കുല്ല ഹാലാത്തിൻ അലാ അഹ്മദൽ ഹാദി വആലി വസ്സിഹാബി വൽ വലി നഗനദഉ റബ്ബനൽ കരീമ ഫീ തവസ്സുലി വസ്തിഗാസതിൻ ബിഖുറത്തി ഐനിനാ ബദബോർ വലി ഖദറ ജൗരൻ നസ്റ വൽ ഫതഹ ഫീ ഉമൂരിനാ സിയമാ ഫീ അംരിനാ ബി ജാഹികും ബദബോർ വലി ഇന്നനാ നഅതി ഇലൈകും للإزاحة ما بنا شدة ضعفتي شيخنا مدبور ولي ليس خسران لمن أتى إليكم طالبا بل بمطلوب له قد فاز يا مدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله كم مريض قد أتاه كامل الشفاء بكم ليس بالعلاج بل بالقول يا مدبور ولي كل عفريت وشيطان وجن ماردي أذهب الوانجنا يا قطبنا مدبور ولي كم كروبات كشفت على أزيني تائه فاكشفا عنا ودايا شيخنا مدبور ولي فرجا عنا الأذى وكل ما يعيبنا في الدنا وفي المعاد شيخنا مدبور ولي كنت كهفا حاميا لمن أتاكم لاجئا كنت فينا ناصرا يا سيدي مدبور ولي أعطنا من كل غاثر عند كل هولنا صب فينا الأمن منكم شيخنا مدبور ولي أنت أستاذ لنا أم شيخنا فاماننا منهما حسبك رشد منك يا مدبور ولي ربنا اللهم أوصلنا إلى مأمولنا وارحمنا دائما يا شيخنا مدبور ولي واهدنا نهج الهدى وهب لنا رضوانك كل هلا
صلاة بحق شيخنا مدبور ولي آتنا أمنا عظيما وسرورا إذ يجي مالك الموت بحق شيخنا مدبور ولي سلم سلامنا من اللعين وشره حال فرقة روحنا بل أصعدنا بالولي بشرنا بالجنان باليقين آتنا كلمة التوحيد سالمين بمدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله وفقنا لجواب المالكين بالرضا كلنا رغماننا بشيخنا مدبور ولي ربي سلم يوم بعثتنا غدا للموقف خففا نسابنا بشيخنا مدبور ولي ربي سلم هذه الأمة زلق القدام حين جاءوا للصراط فنجينهم يا علي ربنا اجمع كلنا في دار جنات النعيم بشفاعة سيد الكونين فضلا يا ولي ربي صل على الرسول سيد الرسل الكرام مع سلام دائما والآل يا من هو جليل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلوا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله മടവൂരിൽ വാഴും തിങ്കളെ കുത്തുബുൽ ആലം ശൈഖരെ മദദ് ഞങ്ങൾക്ക് ഗണേ യാ ശൈഖനായ ശൈഖനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله محمد رسول الله أرحم الراحمين ملك الجباراയ രാജാതിരാജനായ അല്ലാഹ് ഞങ്ങളെ മജ്‌ലിസിനെ നീ ഞങ്ങളിൽ നിന്ന് ഖബൂലാക്ക അല്ലാഹ് സ്വീകരിക്കണേ റഹ്മാനേ ഇജാബത്ത് നൽകണം അല്ലാഹ് ഈ വെള്ളിയാഴ്ച രാവിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ സ്വലാത്ത് മജ്‌ലിസിനെ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ് എല്ലാവരും ആമീൻ പറയൂ മുഅ്മിനീങ്ങളെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹളറത്തിലേക്ക് ഞങ്ങളെ മജ്‌ലിസ് എത്തിക്ക റബ്ബേ അംബിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ബദരീങ്ങൾ ശുഹദാക്കൾ ഹളറത്തിലേക്ക് എത്തിക്ക അല്ലാഹ് ഖുതുബുൽ ആലം ശൈഖുനാ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് അവിടത്തെ കാവൽ നൽകണേ അവിടത്തെ തിരുനോട്ടം നൽകണേ അവരെ പൊരുത്തം നൽകണേ അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്‌ലിസിനെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്
ഞങ്ങളെ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങളോട് പൊറുക്കണേ റഹ്മാനേ. നീ ഞങ്ങളോട് മാപ്പാക്കണേ റഹ്മാനേ. ഞങ്ങളെ വിഷമങ്ങളെല്ലാം നീ മാറ്റിത്തരണമല്ലാ, സലാമത്തിലാക്കി തരണേ അല്ലാ. അല്ലാ ഞങ്ങൾക്ക് നല്ല ഒരു മരണം നൽകു അല്ലാ, ആഖിബത്ത് നന്നാക്ക് അല്ലാ, ഈമാൻ സലാമത്താക്ക് അല്ലാ. പ്രായമൊരുപാടായ ഉമ്മമാര് ഞങ്ങളെ മജ്ലിസിലുള്ള, പ്രായമൊരുപാടായ ഉപ്പമാര് ഞങ്ങളെ മജ്ലിസിലുള്ള, പ്രായമുള്ള മാതാപിതാക്കൾ സഹോദര സഹോദരിമാര് ഞങ്ങളെ മജ്ലിസിലുള്ള റഹ്മാനായ അല്ലാ, ഞങ്ങളെ മജ്ലിസ് കാണുന്ന മുഴുവൻ ആളുകൾക്കും ആഫിയത്തുള്ള ദീർഘായുസ്സു നൽകണേ. മജ്ലിസ് കാണുന്ന വീടുകളിലെല്ലാം ബറക്കത്ത് നൽകണേ, റഹ്മത്ത് നൽകണേ, നിഅമത്ത് നൽകണേ, റാഹത്ത് നൽകണേ, ഖൈറുകൾ നൽകണേ. അർഹമുറാഹിമായ അല്ലാഹ്, മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ റഹ്മാനേ, റബ്ബേ ഞങ്ങൾ മരണപ്പെടുമ്പോ സ്വർഗ്ഗം കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണമല്ലാ. സ്വർഗ്ഗം കണ്ട് മരിക്കാൻ ഭാഗ്യം തരണമല്ലാ, സ്വർഗ്ഗം കണ്ട് മരിക്കാൻ ഭാഗ്യം തരണമല്ലാ, സ്വർഗ്ഗം കണ്ട് മരിക്കാൻ ഭാഗ്യം തരണമല്ലാ. റഹ്മാനായ റബ്ബേ, റഹീമായ അല്ലാഹ്, ഞങ്ങൾക്ക് കിടക്കാനുള്ള കബറിടം സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി മാറ്റണേ അല്ലാഹ്, സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി മാറ്റണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളെ രോഗങ്ങളെല്ലാം ശിഫയാക്ക് റബ്ബേ. ഖൽബിന്റെ രോഗം മാറ്റുക അല്ലാഹ്. കിബർ നൽകല്ലേ, ഹസദ് നൽകല്ലേ, റിയാഗ് നൽകല്ലേ, ലോകമാനം നൽകല്ലേ. ഖൽബ് ചീത്തയാകുന്ന ഒരു രോഗവും ഖൽബിന്റെ അകത്ത് നീ നൽകല്ലേ അല്ലാഹ്. ഒരാളോടും ദേഷ്യം നൽകല്ല, ഒരാളോടും പകതരല്ല. ഞങ്ങളെ അകവും പുറവും നീ വൃത്തിയാക്ക് അല്ലാഹ്. ക്യാൻസർ മാറ്റണേ, ടാക്ക് മാറ്റണേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണേ, കിഡ്നി തകരാറിലാണ് സുഖപ്പെടുത്തണേ, ഹാർട്ടിനോ വാൾവിനോ പ്രോബ്ലം വന്നതുണ്ട് സുഖപ്പെടുത്തണേ. ശരീരത്തിൽ മാരകമായ രോഗാണുക്കൾ വന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തയച്ച് റിസൾട്ട് എന്താകുമെന്ന് കാത്തിരിക്കുന്ന ഉമ്മമാരുണ്ട്, ഉപ്പ സഹോദര സഹോദരിമാരുണ്ട്. റിസൾട്ട് വരുമ്പോ ഒരു പ്രോബ്ലവും ഇല്ലാതെ, ചെറിയ ഒരു വിഷയവുമില്ലാതെ സലാമത്താക്കി തരണമല്ലോ. ഞങ്ങളെ മജ്ലിസിൽ വച്ച വെള്ളം എല്ലാ രോഗങ്ങൾക്കും ശിഫയുള്ള വെള്ളമാക്കണേ. ആ വെള്ളത്തിലൂടെ ഞങ്ങളെ വേദനകളെ മാറ്റണേ, തരിപ്പുകൾ മാറ്റണേ, അസുഖങ്ങളെ മാറ്റണേ, എല്ലാം സുഖപ്പെടുത്തണേ അല്ലാഹ്. മാറാത്ത തലവേദനയും മൈഗ്രീന്റെ വേദനയും മജ്ലിസിന്റെ വെള്ളത്തിലൂടെ സുഖപ്പെടുത്തി തരണേ റഹ്മാനേ. കണ്ണിന്റെ കാഴ്ച നീ നഷ്ടപ്പെടുത്തല്ല, കാഴ്ച ശക്തി ഞങ്ങൾക്ക് തിരിച്ചു നൽകണം അല്ലാഹ്. കേൾവി ശക്തി ഞങ്ങൾക്ക് തിരിച്ചു നൽകണം അല്ലാഹ്. സംസാരിക്കാൻ കഴിയാത്തവനക്ക് സംസാരിക്കാൻ കഴിവ് നൽകണേ റഹ്മാനേ. ബുദ്ധിശക്തി നൽകണം അല്ലാഹ്, ഓർമ്മ ശക്തി നൽകണം അല്ലാഹ്, ഹിമ്മത്ത് നൽകണം അല്ലാഹ്. നടക്കാൻ കഴിയാത്തവരെ നീ നടത്തണം അല്ലാഹ്, നടത്തണേ അല്ലാഹ്, നടത്തണേ അല്ലാഹ്.
എത്രയോ പ്രിയപ്പെട്ടവരെ റബ്ബേ സുഖമില്ലാതെ വെന്റിലേറ്ററിലാണ്. അൽഹംദുലില്ലാഹ് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ദുആ ചെയ്ത ഉമർ എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്. അൽഹംദുലില്ലാഹ് വെന്റിലേറ്ററിലായിരുന്നു. ആ സഹോദരന് ഇപ്പോ നല്ല കുറവുണ്ട്. വെന്റിലേറ്ററിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ഉസ്താദേ എന്നാ പ്രിയപ്പെട്ടവരെ മെസ്സേജ് അയച്ചിട്ടുള്ള. അൽഹംദുലില്ലാഹ് റബ്ബേ കുവൈത്തിലുള്ള എന്നെ ഉപ്പ ഇന്ന് വെന്റിലേറ്ററിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. വയറിന് എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്നു. വയറിന്റെ അസുഖം പെട്ടെന്ന് മാറാൻ എത്രയും പെട്ടെന്ന് നാട്ടിലെത്താൻ ദുആ ചെയ്യണം. മെലത്തൂരിൽ നിന്ന് ശംസു എന്ന സഹോദരൻ റബ്ബേ ആ സഹോദരന് പരിപൂർണമായ ആഫിയത്ത് കൊടുക്കണം അല്ലാഹ്. റാഹത്തോടെ കുടുംബത്തിൽ തിരിച്ചെത്താൻ ഭാഗ്യം നൽക റബ്ബേ. അപകടം പറ്റി തളർന്നു കിടക്കുന്നവനുണ്ട്, സ്ട്രോക്ക് കയറി തളർന്നു കിടക്കുന്നവനുണ്ട്, ചലനമില്ലാതെ സുഖമില്ലാതെ തളർന്നു കിടക്കുന്നവനുണ്ട്. അല്ലാഹ് ബോധമില്ലാതെ മാസങ്ങളായി ഒരേ കിടപ്പിലാണ്. സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ പോലും കഴിയാതെ, ഒന്ന് എഴുന്നേറ്റിരുന്ന് ഡ്രസ്സ് മാറാൻ കഴിയാതെ, മലമൂത്ര വിസർജനം ചെയ്യാൻ കഴിയാതെ കുയലിറങ്ങിയിട്ട് പൈപ്പിലൂടെ മലമൂത്ര വിസർജനത്തിന് വേണ്ടി പൈപ്പിട്ട് ട്യൂബിട്ട് കിടക്കുന്നവനുണ്ട്. റഹ്മാനേ യാ റബ്ബ് യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് നീ അവർക്ക് ആഫിയത്ത് നൽകണേ, നീ അവർക്ക് ശിഫ നൽകണേ, നീ അവർക്ക് ശിഫ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ തലവേദനയും പല്ലുവേദനയും കഴുത്ത് വേദനയും പിരിടി വേദനയും നെഞ്ചുവേദനയും പുറം വേദനയും ഊരവേദനയും വയറുവേദനയും കൈകാലമുട്ട് ഷോൾഡർ വേദന മുഴുവനോ മജ്‌ലിസിൽ വച്ച വെള്ളത്തിലൂടെ ശിഫയാക്കി തരണമല്ലാഹ്. നീ ഷാഫിയല്ലേ, നീ ശിഫ തരണമല്ലാഹ്, നീ ശിഫ തരണമല്ലാഹ്, നീ ശിഫാഗ് തരണമല്ലാഹ്, നീ ശിഫാഗ് തരണേ അല്ലാഹ്. റഹ്മാനായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, ജബ്ബാറായ അല്ലാഹ്, സിഹ്ർ കാരണം തകർന്നു പോയവരുണ്ട്. എല്ലാം നീ ബാത്തിലേക്ക് റബ്ബേ, എല്ലാം ബാത്തിലേക്ക് റബ്ബേ. വെള്ളിയാഴ്ച രാവിന്റെ ബറക്കത്ത് കൊണ്ട് ബാത്തിലേക്ക് അല്ലാഹ്, കണ്ണേറ് ബാത്തിലേക്ക് അല്ലാഹ്, നാപ്പോരെ ബാത്തിലേക്ക് അല്ലാഹ്, കൈവിഷം ബാത്തിലേക്ക് അല്ലാഹ്, ശർറുകൾ ബാത്തിലേക്ക് അല്ലാഹ്. ശത്രുക്കളിൽ നിന്ന് രക്ഷ നൽകണേ റഹ്മാനേ. ഒരു ശത്രുക്കളെ കെണിമലകളിലും ഞങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്, പെടുത്തല്ലേ അല്ലാഹ്. സർവ ശർറുകളും നീ ബാത്തിലാക്കി തരണേ റഹ്മാനേ. അപകടത്തിലൊന്നും പെടുത്തല്ലേ അല്ലാഹ്, പ്രളയങ്ങളിൽ പെടുത്തല്ലേ, പ്രകൃതി ദുരന്തങ്ങളിൽ പെടുത്തല്ല. ഈ ശരീരത്തിലെ വേദനകൾ, ഈ ശരീരത്തിലെ കടച്ചിലുകൾ, ഈ ശരീരത്തിലെ പ്രയാസങ്ങളെ വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ മജ്‌ലിസിൽ വച്ച വെള്ളത്തിലൂടെ നീ ഞങ്ങൾക്ക് ശിഫാഗ് നൽകണം അല്ലാഹ്. ഇന്നലെ മടവൂരിൽ അറിവിന്ദിലാവ് മജ്‌ലിസ് നടന്നപ്പോ എത്ര ദൂരങ്ങളിൽ നിന്നാണ് ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരും ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും കുഞ്ഞു പൂമ്പാറ്റ മക്കളും അവിടെ ഓടിയെത്തിയത് ശൈഖുനാന്റെ ഹദറത്തിലേക്ക്, ശൈഖുന കിടന്നിറങ്ങുന്ന മടവൂരിന്റെ മണ്ണിലേക്ക്. അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾ 10,000 മുത്തുമുഅ്മിനീങ്ങളാണ് ആ നഗരിയിൽ ഒരുമിച്ച് കൂടിയത്. അല്ലാഹ്
അവർക്കെല്ലാം റാഹത്ത് നൽകണേ, റഹ്മത്ത് നൽകണേ, സന്തോഷം നൽകണേ, അവരെ വിഷമങ്ങളെ മാറ്റണേ, അവരെ സങ്കടങ്ങളെ മാറ്റണേ. ഞങ്ങളെ അറിവിന്നിലാവിന്റെ കുടുംബങ്ങൾ യതീമായ മക്കൾക്ക് വെച്ചു കൊടുക്കുന്ന സ്നേഹവീടിന് സഹായിച്ചവരുണ്ട്. റബ്ബേ നീ അവരെ തിരിച്ച് സഹായിക്കണേ, അവരെ കുടുംബത്തെ നീ സഹായിക്കണേ, അവര് ആദ്യവാമസ്യത്തിൽ എഴുതിയ മുറാദ് ഹസുലാക്കണേ. കുടുംബത്തിൽ നിന്നാണ് ഉസ്താദെ, നാട്ടിൽ നിന്നാണ് ഉസ്താദെ, അയൽവാസികൾ തന്നതാണ് ഉസ്താദെ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരിൽ നിന്നൊക്കെ സ്നേഹ വീട്ടിലേക്കുള്ള സംഭാവനകൾ കൊണ്ടുകൊടുന്നവരുണ്ട്. എല്ലാവർക്കും റഹ്മത്ത് നൽക അല്ലാഹ്. ഞങ്ങളെ കൂട്ടത്തിൽ കല്യാണം ശരിയാവാത്തവരെ എത്രയാണ്, നീ ശരിയാക്കി കൊടുക്ക് അല്ലാഹ്. തീരുമാനിച്ചു വച്ച കല്യാണം ഭംഗിയായി നടത്താൻ തൗഫീഖ് തരണമല്ലാഹ്. പിണങ്ങി നിൽക്കുന്ന കുടുംബത്തിനെ ഒന്നിപ്പിക്കുക അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണമല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണമല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണമല്ലാഹ്. ഗർഭിണികൾക്ക് സമയമാകും സുഖപ്രസവം നൽകണേ റഹ്മാനേ. ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെ കൊടുക്കുക അല്ലാഹ്. പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെ നൽകുക അല്ലാഹ്. ആരോഗ്യമുള്ള ആഫിയത്തുള്ള മക്കളെ നൽകണേ റഹ്മാനേ. ഗർഭകാലത്ത് ടെസ്റ്റ് ചെയ്തപ്പോ പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട്. ഗർഭിണിയുടെ വയറ്റിന്റെ അകത്ത് കഴിയുന്ന കുഞ്ഞിന് പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട് റഹ്മാനേ. ഒരു വിഷമവും ഞങ്ങളെ സഹോദരിമാർക്കോ മക്കൾക്കോ നൽകല്ല അല്ലാഹ്. മജ്ലിസിൽ വെച്ച വെള്ളത്തിലൂടെ നീ അത് റാഹത്താക്കി തരണേ റഹ്മാനേ. ഒരു വീട് ഞങ്ങൾക്ക് നൽകുക അല്ലാഹ്. സ്ഥലം ഞങ്ങൾക്ക് നൽകുക അല്ലാഹ്. റോഡ് ഞങ്ങൾക്ക് നൽകുക അല്ലാഹ്. വെള്ളം ഞങ്ങൾക്ക് നൽകുക അല്ലാഹ്. റഹ്മാനും റഹീമുമായ രാജാതിരാജനായ റഹ്മാനേ, ജോലിയില്ലാത്തവർക്ക് നീ ജോലി നൽകണേ, ഉള്ള ജോലിയിൽ ബറക്കത്ത് നൽകണേ, ബിസിനസ്സിൽ ബറക്കത്ത് നൽകണേ, കച്ചവടത്തിലും ഏർപ്പാടിലും വാഹനത്തിലും കൃഷിയിലും നീ ബറക്കത്ത് നൽകണേ. ഞങ്ങളെ സർവ്വ ഏർപ്പാടിലും നീ ബറക്കത്ത് നൽകണേ റഹ്മാനേ. ഇന്റർവ്യൂ വിജയിപ്പിക്കണേ, വിജയിപ്പിക്കണേ അല്ലാഹ്. എക്സാമിൽ നല്ല മാർക്കോടെ ഞങ്ങളെ മക്കളെ വിജയിപ്പിക്കുക അല്ലാഹ്. അല്ലാഹുവേ ലൈസൻസ് ടെസ്റ്റ് വിജയിപ്പിക്കണേ റഹ്മാനേ. പേപ്പർ വർക്കുകൾ ക്ലിയർ ആക്കി തരണേ റഹ്മാനേ. കടങ്ങളെ വീട്ടണം അല്ലാഹ്. കിട്ടാനുള്ള കാശ് ഞങ്ങളിലേക്ക് എത്തിക്കണം അല്ലാഹ്. വിറ്റുപോവാനുള്ള വസ്തുക്കളെ നല്ല റാങ്ങത്തിൽ വിറ്റുപോവാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അറിവിന്നിലാവിന്റെ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് സഹോദര സഹോദരിമാർക്ക് ആഫിയത്ത് നൽക റബ്ബേ. അറിവിന്നിലാവ് കാണുന്ന കുടുംബത്തിന് സമാധാനം നൽക റബ്ബേ. ആ കുടുംബം ബറക്കത്തുള്ള കുടുംബമാക്കണേ. ആ വീട്ടിലെ ഹദ്ദാദ് റാത്തീമിന്റെ കാവല് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉസ്താദുമാർക്ക് ദീർഘായുസ് കൊടുക്കണേ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കണേ. എന്റെ ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് ദീർഘായുസ് കൊടുക്കണേ. ഭർത്താക്കന്മാർക്ക് ദീർഘായുസ് കൊടുക്കണേ. മരണപ്പെട്ടു പോയ ഉമ്മയടക്കം മരിച്ചുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബങ്ങൾ, അവരുടെ ഖബറുകളെല്ലാം സ്വർഗ്ഗപ്പൂന്തോപ്പാക്ക് അല്ലാഹ്. അറിവിന്നിലാവിന്റെ ഉമ്മമാരെ ഖബറ്, അറിവിന്നിലാവിന്റെ ഉപ്പമാരെ ഖബറ്, അറിവിന്നിലാവ് കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ ഖബറുകൾ സ്വർഗ്ഗപ്പൂന്തോപ്പാക്ക് അല്ലാഹ്.
വിശാലമാക്കണേ റഹ്മാനേ, വിശാലമാക്കണേ റഹ്മാനേ, വിശാലമാക്കണേ റഹ്മാനേ. സ്വർഗീയ ലോകത്ത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് അവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടി തരണേ അല്ലാഹ്, ഒരുമിച്ച് കൂട്ടി തരണേ അല്ലാഹ്, ഒരുമിച്ച് കൂട്ടി തരണം അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ റബ്ബേ, ഈമാൻ സലാമത്താക്കണേ റബ്ബേ. ഞങ്ങളെ മജ്ലിസിലേക്ക് ദുആ വസിയത്ത് അറിയിച്ചവരെ ഒരു ദിവസവും ഒഴിവില്ലാതെ അറിവിൻ നിലാവിന്റെ പരിശുദ്ധമായ മജ്ലിസ് കാണുന്ന പ്രിയപ്പെട്ട മുത്ത് മുഅ്മിനീങ്ങളുണ്ട് റഹ്മാനേ. അവർക്കെല്ലാം ഖൈർ നൽകുക അല്ലാഹ്, ബറകത്ത് നൽകുക അല്ലാഹ്, റാഹത്ത് നൽകുക അല്ലാഹ്, സമാധാനം നൽകുക അല്ലാഹ്, സന്തോഷം നൽകുക അല്ലാഹ്. ആരെല്ലാം ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചോ അവർക്കെല്ലാം നീ റഹ്മത്ത് നൽകണേ, അവർക്കെല്ലാം റാഹത്ത് നൽകണേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് ഹദ്ദാദ് റാത്തീബ് ചൊല്ലിയിട്ട് നമുക്ക് പിരിയാം. അറിവിനിലാവിന്റെ യതീമക്കളുടെ വീട്ടിലേക്ക് നിങ്ങൾ സംഭാവനകൾ എവിടെ നൽകുകയാണെങ്കിലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആ സ്ക്രീനിൽ കാണുന്ന ഒന്നിരിക്കൽ അതിന്റെ റെസിപ്റ്റ്, അതുപോലെ ആയിരിക്കും റെസിപ്റ്റ് ഉണ്ടാകുക, അല്ലെങ്കിൽ അതിന്റെ കവർ, ഇത് രണ്ടിലൊന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് വാങ്ങിയിരിക്കണം. അങ്ങനെ നൽകുന്നതൊക്കെ അറിവുനിലാവിലേക്ക് എത്തും, അല്ലാത്തത് അറിവുനിലാവിലേക്ക് എത്തൂല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, ആ ഫോട്ടോയിൽ കാണുന്ന മേലെ കാണുന്നത് കവറാണ്, രണ്ടാമത്തത് റെസിപ്റ്റ് ആണ്. ഇതുപോലെയായിരിക്കും അറിവുനിലാവിന്റെ യതീമക്കൾ വീട്ടിലേക്കുള്ള റെസിപ്റ്റ് ഉണ്ടാകുക. വേറെ ആരെങ്കിലും വേറെ ഏതെങ്കിലും റെസിപ്റ്റ് മുറിച്ച് തന്നാൽ അത് അറിവുനിലാവിലേക്ക് എത്തൂല എന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്താണ്. അങ്ങനെ മുറിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് ഞാനിത് തന്നെ കാണിച്ചു തന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അറിവുനിലാവിന്റെ പേരുണ്ടാവും, അറിവുനിലാവിന്റെ സ്നേഹവീടിന്റെ പേരുണ്ടാവും, അറിവുനിലാവിന്റെ പേര് എന്തായാലും ആ കവറിലുണ്ടാവും, ആ റെസിപ്റ്റിലുണ്ടാവും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ മജ്ലിസിനെ കബൂലാക്കട്ടെ. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഉസ്താദ് പറഞ്ഞത് മനസ്സിലായില്ലേ? അറിവുനിലാവിന്റെ കവറോ അറിവുനിലാവിന്റെ പേരില്ല റെസീറ്റോ ഇല്ലാതെ ആരും യതീമക്കൾക്ക് എന്ത് ചെയ്യരുത്, യതീമക്കളുടെ സംഭാവന ആരും നൽകരുത്. അത് നൽകുന്നുണ്ടോ മനസ്സിലായോ? ഉസ്താദ് പറഞ്ഞ മനസ്സിലായോ? അത് നൽകുന്നുണ്ടോ അതെല്ലാവരോടും പറയും വേണം, നിങ്ങൾ മറ്റുള്ളവരോട് പറയും വേണം കേട്ടോ. അറിവുനിലാവിന്റെ ഒക്കെ ഇവിടെ തന്നെ തരേണ്ടതെന്ന് പറഞ്ഞിട്ട് പല ആളുകളും വാങ്ങി വെക്കുന്നുണ്ട്. അതൊന്നും ഉസ്താദിന്റെ അടുക്കൽ കിട്ടൂലേ. ഇന്നലെ ഒരു ഉമ്മ വന്ന് വല്ലാതെ കരഞ്ഞു പറഞ്ഞപ്പോഴാണ് ഞാനിത് ശക്തമായി പറയാൻ തുടങ്ങിയത്. ഇന്നലെ ഒരു ഉമ്മ വന്ന് വല്ലാതെ സങ്കടത്തോടെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് പറയുന്നത്, ഗൂഗിൾ പേ ചെയ്യാതെ, ഗൂഗിൾ പേ ചെയ്യാ, അതല്ലാതെ നേരിട്ട് കൊടുക്കുന്നവർ എന്ത് ചെയ്യണം? ഇൻഷാ അല്ലാഹ് ഒന്നിരിക്കൽ ഈ കവർ ഉസ്താദിന്റെ കയ്യിൽ തരാണെങ്കിൽ അതൊക്കെ നേരിട്ട് ഇങ്ങോട്ട് ഇവിടെ കൊണ്ടു തരുന്ന ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ്. അല്ലാതെ നിങ്ങൾ മടവൂരിലെ എവിടെയും കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ അത് വാങ്ങിയിരിക്കണം. ഒന്നിരിക്കൽ ആ കവർ അല്ലെങ്കിൽ അതിന്റെ റെസിപ്റ്റ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ അത് വാങ്ങിയിരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താണ്. നിങ്ങളത് വാങ്ങണം, മറ്റുള്ളവരെ നിങ്ങൾ അത് അറിയിക്കണം, മറ്റുള്ളവരെ നിങ്ങൾ അത് അറിയിക്കണം. നമ്മൾ യതീമക്കൾക്ക് നേർച്ചയാക്കിയത് അത് വേറെ ആളുകൾ കൊണ്ടുപോകാൻ പാടില്ല. വേറെ ആളുകൾ അത് യതീമക്കൾക്ക് തന്നെ എത്തണം. അത് വേറെ ആളുകൾക്ക് എത്തിയിട്ട് കാര്യമില്ല, അത് യതീമക്കൾക്ക് തന്നെ എത്തണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അറിവുനിലാവിന്റെ പേരായും ഉണ്ടാവും, അറിവുനിലാവിന്റെ പേരില്ലാതെ ഇൻഷാ അല്ലാഹ് ഞങ്ങളത് കൊടുക്കരുത് എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്.